ഒരിക്കലും ഞാൻ പറയത്തില്ല ഹൈവേ യൂസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല ഹൈവേ യൂസ്. ഒന്നി ലോ ബീം അല്ലെ ഹൈ ബീം അങ്ങനെ അടിച്ചു പോകാൻ ചിലരുടെ 4 അടിച്ചു പോയവരൊക്കെ ഉണ്ട്. അത് ലിറ്ററലി പോയ വഴിക്ക് വണ്ടി ഓഫായി. ഇപ്പോൾ അതുവരെ ഒരു കുഴപ്പം. ഞാൻ രാവിലെ വണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി സ്റ്റോറി വരെ ഇട്ടിട്ടാ പോയാൽ പോകാം. ഈ 50,000 കിലോമീറ്റർ ഓടിട്ട് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് മൈലേജിലോ പെർഫോമൻസിലോ ഒരു ഡ്രോപ്പ് വരെ തോന്നിട്ടില്ല. ഓക്കെ, നൈസ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു തലവേദന പിടിച്ച പരിപാടിയാണ് നമുക്ക് ഈ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെ ലൂബ് ചെയ്യണം എന്നുള്ളത്. ഫോർവേഡ് സെറ്റാ ഫുഡ് പെറ്റ്. അപ്പം നിനക്ക് എണ്ണീച്ച് നിൽക്കാൻ ഭയങ്കര പാടാണ്. ഒരു സ്ക്രാംബ്ലറോ ഒരു ചെറിയ അഡ്വഞ്ചർ ബൈക്ക് ഇറക്കിയിരുന്നെങ്കിൽ മോനെ സെറ്റായിരുന്നു ഈ എഞ്ചിൻ വെച്ചിട്ട്. പിന്നെ ഇനി ഫ്രണ്ട് സ്പ്രോക്കറ്റ് നീ ക്ലീൻ ചെയ്യണം എന്നുള്ളത് സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കേണ്ട. അത് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഏത് ബൈക്കാണ്. നീ കൂടിയ റിലയബിലിറ്റി അങ്ങേ അറ്റം എന്ന് പറഞ്ഞ് നടക്കുന്ന ഹോണ്ട യമഹ എടുത്താലും ഇങ്ങനൊരു സാധനം ഞാൻ പ്രതീക്ഷിക്കും. അയ്യോ, അന്നാണ് ഫസ്റ്റ് ടൈം RSAയുടെ ഉപയോഗം അറിഞ്ഞത്. തോക്ക് കയറി വെടി വെക്കുവാണ്. ഞാൻ കഥയൊക്കെ മൂടി പറഞ്ഞു ചെമ്പ് ചെയ്ത് അടുത്ത ഞാൻ പെട്ടെന്ന് ഓർത്തതാ. പറഞ്ഞു എങ്ങനെയും ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കെ. 2 വർഷം കൊണ്ട് 50,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ. 2 വർഷവും രണ്ടാമത്തെ മാസവും. എന്തായാലും ഞങ്ങളുടെ ഡാഡിയെ ബീറ്റ് ചെയ്യാറായിട്ടില്ല. ഡാഡി ജൂപ്പിറ്റർ കൊണ്ട് ഈ 12-ന് 1 വർഷം ആകുന്നേ ഉള്ളൂ. 30,000 കിലോമീറ്റർ. എങ്ങനെ ഉണ്ടായിരുന്നു 50,000 കിലോമീറ്ററിന്റെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ലായിരുന്നു. അതായത് ഈ 50,000 കിലോമീറ്റർ ഈ 2 വർഷം കൊണ്ട് അടിക്കുന്നത് തന്നെ ഭയങ്കര സംഭവമാണോ? ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു. ഒരു ആവറേജ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 80 കിലോമീറ്ററോളം ആവറേജ്. അങ്ങനെ നോക്കുന്നവർക്ക് വെച്ചാൽ ചോദിക്കില്ല എനിക്കൊരു ദിവസം 100 കിലോമീറ്ററിന്റെ ഓട്ടം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ചോദിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം 80 കിലോമീറ്റർ വെച്ച് ഞാൻ ഓടിയിട്ടുണ്ട് വണ്ടി. അങ്ങനെ അപ്പോൾ എന്നല്ല പറഞ്ഞത്, ഈ കിലോമീറ്റർ നമ്മൾ ഈ ഓടിയ കാലവും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആവറേജ് 80 കിലോമീറ്റർ ഒരു ദിവസം വണ്ടി ഓടിയിട്ടുണ്ട്. ഓവറോൾ ഏറ്റവും കൂടുതൽ നീ എന്തോ ചെയ്ത്? സിറ്റി ആണോ? ഞാൻ കൂടുതൽ നമ്മുടെ ഇവിടുത്തെ ഷൂട്ടറിനുള്ള ഓട്ടവും സിറ്റി ഓട്ടോ ഒക്കെയാണ്. ഒരു 60% അങ്ങനത്തെ ഓട്ടോ, ഒരു 40% ഹൈവേ ലോങ് റൺ എന്ന് വേണം പറയാം. ഞാൻ ഇതുകൊണ്ട് ഗോവയിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. സിംഗിൾ സ്ട്രെച്ചാ? സിംഗിൾ സെറ്റ് അല്ല, ബാംഗ്ലൂർ ചേർത്ത്. സിംഗിൾ സെറ്റിൽ ഏറ്റവും മാക്സിമം ഞാൻ ഓടിച്ചേക്കുന്നത് 650-670 കിലോ. എവിടെ? ചെന്നൈ റീസെന്റ് ആയിട്ട് പോയിട്ട് തന്നെ. ഓക്കെ. അത് ഒരു ഒറ്റ അതായത് ഞാൻ രാവിലെ ഇറങ്ങി രാത്രി അവിടെ ചെല്ലുന്ന പോലത്തെ ആയിരുന്നു. ആ ഒരു ദിവസം കൊണ്ട് ഞാൻ 650 കിലോമീറ്റർ കവർ ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഹൈവേയിൽ മടുപ്പാണ്. ഹൈവേയിൽ നമുക്ക് ക്രൂസ് സ്പീഡ് എന്ന് പറയുന്ന ഒരു 90 ആണ് ഏറ്റവും കംഫർട്ടബിൾ ക്രൂസ് സ്പീഡ്. അതായത് വിൻ ബ്ലാസ്റ്റ്, എഞ്ചിന്റെ ആ ഒരു എഫിഷ്യൻസി, അതിന്റെ റിഫൈൻമെന്റ് എല്ലാം വെച്ചിട്ട് 90-ൽ സ്മൂത്തായിട്ട് ഓൾഡ് കണക്ക് ഓടിക്കാം. പക്ഷേ നമുക്ക് അവിടെ അങ്ങനെ ഹൈവേയിൽ ഓടി കഴിഞ്ഞാൽ നമുക്കറിയാം കിലോമീറ്റർ അത്ര അധികം കവർ ആകത്തില്ല. അതുകൊണ്ട് എനിക്കത് 100-ലോട്ട് പുഷ് ചെയ്യേണ്ടി വന്നു. ചില സമയങ്ങളിൽ 124 വരെ ഞാൻ പോയി. 124 എന്നൊക്കെ പറഞ്ഞാൽ മാക്സ് ഔട്ട് ആണ്. അത് അപ്പുറത്തോട്ട് വണ്ടി ഇല്ലിനി. ഞാൻ ഫുള്ള് കമന്ന് കിടന്ന് ത്രോട്ടിൽ പിൻ ചെയ്ത് പിടിച്ചിട്ടാണ് ആ ഒരു 124. എത്ര നേരം? ഞാൻ സ്ട്രെയിറ്റ് എനിക്ക് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ സ്ട്രെയിറ്റ് കാണാൻ പറ്റുന്ന ദൂരങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ വണ്ടിയിൽ കാറ്റടിക്കാതിരിക്കാൻ കുനിഞ്ഞ് വൈസറിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് 124-ലൊക്കെയാണ് സ്പീഡ് നിൽക്കുന്നത്. പക്ഷേ GPS നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആ ടൈമിൽ ഒരു 110, 112 ആ ഒരു കിലോമീറ്റർ പെർ അവർ വ്യത്യാസം. 5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 5 കിലോമീറ്റർ നോർമൽ ആണല്ലോ, വണ്ടിക്ക് 5 കിലോമീറ്റർ പ്ലസ് ഉണ്ട്. അപ്പോൾ അതാണ് ക്രൂസിങ് സ്പീഡിനെ പറ്റി പറയാനുള്ളത്. കാരണം ഗിയറിങ് ഇതിന് നല്ല ഒരു ടൈറ്റ് ഗിയറിങ് വരുന്നത്. അതുകൊണ്ട് നല്ല ലോൺ ടോർക്ക് കിട്ടും നമുക്ക് സാധാരണ ഓടിക്കാം. 5th ഇട്ടിട്ട് എനിക്ക് 2 പേരെ വെച്ചിട്ട് ഒരു 40 താഴെ പാസ്, 35-ലൊക്കെ സ്മൂത്തായിട്ട് ഓടുന്ന കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി പിക്കപ്പ്. പക്ഷേ ഹൈവേയിലോട്ട് എത്തുമ്പോഴത്തേക്കാണ് എൻ്റെ ഡ്രോബാക്ക് വരുന്നത്. കാരണം ഞങ്ങൾക്ക് 80-90 തന്നെ വണ്ടി അത്രയാണ് എൻ്റെ പറഞ്ഞു തരും. പക്ഷെ അതിന് മുകളിലോട്ട് പുഷ് ചെയ്താൽ കയറുമ്പോൾ സുഖമായിട്ടിരുന്നൊരു 125-127 എൻ്റെ വെയിറ്റും ലഗേജും വെച്ചിട്ട് ടോപ്പ് സ്പീഡ് അടിക്കും. അപ്പോൾ ആ ടോപ്പ് സ്പീഡ് വരെയും വണ്ടിക്ക് ഒരു വലിയതൊന്നും ഇല്ലാണ്ട് നീ കൊണ്ടുപോയി ഞാൻ കയറി തന്നോളൂ. അത് നമ്മുടെ കമന്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരുത്തൻ ടോപ്പ് സ്പീഡ് 129 വരെ അടിച്ചിട്ടുണ്ട്. 130 ഒക്കെ അടിച്ചവരുണ്ട്. അങ്ങനെ ആൾക്കാരുടെ വെയിറ്റും കണ്ടീഷനിലെ വെച്ചാൽ എനിക്ക് ഒരു ആവറേജ് 125-127 ഒക്കെയാണ്. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് പിന്നെ വിഷയമായിരിക്കുമല്ലോ. അത് മാക്സ് ആണ് എഞ്ചിന്റെ മാക്സ്. എന്നാൽ പറയുന്നത് വലിയ അങ്ങനെയല്ല, പക്ഷെ എഞ്ചിൻ നല്ല സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ല, വൈബ്രേഷൻ ഒക്കെ എടുത്ത് നമ്മളെ എല്ലാം ഫീൽ ചെയ്യും. അപ്പൊ നമുക്കത് മാക്സിമം അങ്ങനെ ഒത്തിരി നേരം ഓടിക്കാനും പറ്റത്തില്ല. ഒത്തിരി നേരം അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും റിലയബിലിറ്റിയിൽ മൈലേജ് നല്ല ഡ്രോപ്പ് ആവും അങ്ങനെ ഓടിക്കുമ്പോൾ. എനിക്ക് 95 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മൈലേജ് ഡ്രോപ്പ് ഫീൽ ചെയ്യും. 95 ക്രോസ് ചെയ്താൽ നീ ഒരു 90-95 പോന്നെങ്കിൽ ഹൈവേയിൽ നിനക്കൊരു 40-41 കിലോമീറ്റർ മൈലേജ്, 42 കൂട്ടിക്കോ. 42 കിട്ടും. നീ 90-95 റേഞ്ചിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അപ് ടു 100 വരെ. 100 മേലോട്ട് പുഷ് വേണം ഉറപ്പായിട്ട് 40 താഴെ പോകും. 38-37 ആ റേഞ്ചിൽ പോകും. 80-90 വരെ നീ നിൽക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 45 അടുത്ത് കിട്ടും. 80-90 ഇടയിൽ 80-85 പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നല്ല മൈലേജും കിട്ടും. നല്ല സ്മൂത്ത് ആയിട്ട്, അതായത് എഞ്ചിൻ ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും. അമ്മാതിരി സ്മൂത്ത്നെസ് ആണ്, നല്ല സ്മൂത്താണ് എഞ്ചിൻ.
ഇച്ചിരി കൂടി പോയില്ലേ? അല്ല അത് ഓടിച്ചാലാണ് നല്ല ബട്ടറി സ്മൂത്ത് ഫീൽ. ഓക്കെ. അതിന് മണ്ടക്കോട്ട് പോയി കഴിഞ്ഞാൽ വൈബ്രേഷൻ തുടങ്ങും. ടാങ്കിന്റെ സൈഡിലൊക്കെ ഇറങ്ങി തുടങ്ങും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഫസ്റ്റ് ടൈം ഈ വണ്ടി ഇറക്കിയപ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു? എനിക്ക് അന്ന് ഇന്ന് ഒരേ മൈലേജ്. മൈലേജിൽ ഈ 50,000 കിലോമീറ്റർ ഓടിട്ടോ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, എനിക്ക് മൈലേജിലോ പെർഫോമൻസിലോ ഒരു ഡ്രോപ്പ് വന്നിട്ടില്ല. ഓക്കെ, നൈസ്. അത് ചെയിൻ ലൂസ് ആകുമ്പോൾ നമുക്ക് പെർഫോമൻസ് ചെയ്യും, അല്ലെങ്കിൽ എഞ്ചിന്റെ ആ വെയറിനനുസരിച്ചുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ. അതല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു കാര്യമായിട്ട് എനിക്ക് എടുത്തു പറയാനും വേണ്ട ഒരു പവർ ലോസോ മൈലേജ് ഡ്രോപ്പോ ഇതുവരെ ഫീൽ ചെയ്തില്ല. ഇന്ന് ഞാൻ ഒരു 60-65 ഇത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 46+ മൈലേജ് കിട്ടും. എനിക്ക് ആ ഒരു സ്പീഡ്സിൽ ഞാൻ ആവറേജ് ഓടിച്ച സമയത്ത് എനിക്ക് 46 കിട്ടിയിട്ടുണ്ട്, ലിറ്ററലി 46 കിട്ടും. ഞാൻ അതിൽ ഒരു 80 വരെയാണ് എൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട്. ആ സ്പീഡ്സിൽ ഞാൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് 42 ആവറേജ് കിട്ടുന്നത്. അത് മിക്കപ്പോഴും നീ എന്റെ പുറകെ കാണും. അതിപ്പോ ഞാൻ പില്ലിയൻ വെച്ചിട്ടുള്ള 42 മൈലേജ് വിത്ത് ആവറേജ് സ്പീഡ് ഒരു 80. ഓക്കെ ഫൈൻ. അപ് ടു 80. അല്ലാതെയോ? അതായത് അപ് ടു 80 നമ്മുടെ നോർമൽ കണ്ടീഷൻസ്, അതായത് നാട്ടിൻപുറത്ത് നമ്മുടെ കുഞ്ഞു ടൗണുകളിലൂടെ അങ്ങനെയൊക്കെ ഓടുന്ന സമയത്ത്. അല്ലാതെ നീ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള മൈലേജ്? ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് അതിന് എന്തായാലും കിട്ടും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ പുഷ് ചെയ്യും, അതാണ് എന്റെ വിഷയം. ഓക്കെ, ഇത് ഓടിക്കുന്ന പോലെ ഇത് ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും. നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ആരോ പറഞ്ഞില്ലായിരുന്നു അവർക്കൊരു 60 50+ എനിക്ക് ഉറപ്പ് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് അതുപോലെ നമ്മൾ ബോറിംഗ് ആയിട്ട് ഓടിക്കണം. ബോറിംഗ് മീൻസ് നമ്മൾ അതുപോലെ ഒരു 45-50 പോയി പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ ഓടിക്കുമ്പോ സീനൊന്നും ഇല്ല കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിനക്കറിയാം ഡിസ്റ്റൻസ് വേണ്ടി നമ്മൾ അത് കാണിക്കുമ്പോൾ നീ ഒരു റഫ് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ 49-50 അടുത്തുള്ള മൈലേജ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിക്കുമ്പോൾ 45, 50, 55 ഇങ്ങനെ വേരി. ഡിസ്റ്റൻസ് എത്ര പറയണ്ട? RTR ഒരു തവണ ഞാൻ കണ്ടേ 50. അത് ഞാൻ നമ്പുക എന്നല്ല പറയുന്നത്, അതൊരു റേഞ്ച് കാണിക്കുമല്ലോ നിന്റെ ഇനി ഉള്ള ഫ്യൂവൽ എത്ര ഓടുന്നു. ആ റേഞ്ചിനെ നീ നിനക്കിപ്പോ കിട്ടുന്ന മൈലേജ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നിനക്കൊരു സാധനമാണ് ഞാൻ പറഞ്ഞത്. നീ ഓഫ് റോഡ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, നമ്മൾ പോകുന്ന വഴികളിൽ ഓഫ് റോഡ് എടുക്കേണ്ടി വരും, അങ്ങനെ പോയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഈ ഉറുമ്പിക്കര അങ്ങനത്തെ ഡിസ്കംഫർട്ടാണ്. ഞാൻ ഉറുമ്പിക്കര കയറിയിട്ടുണ്ട്. ഉറുമ്പിക്കര ഓൾമോസ്റ്റ് ടോപ്പ് വരെ ചെന്നിട്ടുണ്ട്. മറ്റേ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ടല്ലോ, അതും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മേലോട്ട് കയറി. പിന്നെ ഞാൻ അങ്ങനെ പോകാൻ പോയില്ല, എനിക്ക് തിരിച്ചു പോകാനുണ്ട്. ഞാൻ ഇത്ര ലേറ്റ് ആയിട്ടാ പോയത്. അല്ലല്ല, നിനക്ക് വേണേ കയറായിരുന്നോ? അതോ വേണേ കയറാം, അവിടെ വരെ കയറാമെങ്കിൽ പിന്നെ ബാക്കി കയറാം. അല്ല, ഞാൻ ചോദിച്ചോ വണ്ടിക്ക് ഇഷ്യൂ, നിനക്ക് ഇഷ്യൂ ആയിട്ടോ? എനിക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കും. കാരണം ഇതിന്റെ സീറ്റിംഗ് പോസ്റ്റർ വരുന്നത് ഫോർവേഡ് സെറ്റാ, ഫുഡ് പെൻ. അപ്പം നിനക്ക് എണ്ണിച്ച് നിൽക്കാൻ ഭയങ്കര പാടാ. ഞാൻ എണ്ണിച്ച് നിൽക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ നടുവിനോട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരും. കാരണം ഞാൻ ഇങ്ങനെ വളഞ്ഞു പോലെ എനിക്ക് വേറെ എങ്ങും ഗ്രിപ്പ് ചെയ്യാൻ പറ്റത്തില്ല വണ്ടിയെ. ഓക്കെ. അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് വണ്ടി ലോഡ് വരുന്ന മൊത്തം എൻ്റെ നടുവിനാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ടയേർഡാവും, കൈക്ക് പാമ്പമ്പ് വരും ഭയങ്കര. ഇങ്ങനെ ഒരിക്കലും ലൂസായിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗ്രൗണ്ട് ക്ലിയറൻസ് സെറ്റാണ്. വണ്ടിയുടെ ടോർക്ക്, എഞ്ചിൻ ബിഹേവിയർ അടിപൊളിയാണ്. ഓഫ് റോഡ് വരുമ്പോൾ ഒരു കാലിലോട്ട് ചാടി പൊക്കോളും. പക്ഷേ ഈ വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിക്ക് അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് ഇവരൊരു സ്ക്രാംബ്ലറോ ഒരു ചെറിയ അഡ്വഞ്ചർ ബൈക്ക് ഇറക്കിയിരുന്നെങ്കിൽ മോനെ സെറ്റായിരുന്നു ഈ എഞ്ചിൻ വെച്ചിട്ട്. എഞ്ചിൻ ഇത് തന്നെ വേണം. ഗിയറിംഗിൽ വരുന്ന വ്യത്യാസം വരുന്നതാണ് കുറച്ചും കൂടെ. ഇച്ചിരി ടോപ്പ് ഗിയേഴ്സ് കുറച്ചുകൂടെ ലോങ് ആക്കിയാലും മതി. അപ്പം ഹൈവേയിൽ നിനക്ക് അത്യാവശ്യം കിട്ടും സുഖമായിട്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതിന് കാരണം ടോർക്ക് ഉള്ളതുകൊണ്ടും നമുക്ക് പോകാൻ പറ്റും ഹൈവേ കുറച്ച് പേർ. നിനക്കിപ്പോൾ നീ മാക്സ് ഔട്ടിലാണെങ്കിൽ നിനക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഫുൾ ഓപ്പൺ റോഡിലോട് പോകാണ്ട് വണ്ടി സുഖമായിട്ട് ഓവർടേക്ക് ചെയ്യും. ഏറ്റവും സ്ട്രെസ്ഡായിരിക്കും എല്ലാം ഉണ്ട്. പക്ഷെ പവർ അവിടെ സാച്ചുറേറ്റഡ് ആയിട്ട് എനിക്ക് അത്രയും ഫീൽ ചെയ്യില്ല. അതങ്ങ് റെഡ് ലൈൻ എടുത്ത് പോയാൽ മാത്രമേ സാച്ചുറേഷൻ ഫീൽ ഉള്ളൂ. അല്ലാണ്ട് ഒരു 8,000-9,000 വരെയൊക്കെ നന്നായിട്ട് പുള്ളി ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ 50,000 കിലോമീറ്ററിനകത്ത് ഇപ്പോൾ എത്രാമത്തെ സർവീസിങ് കഴിഞ്ഞു? 9ാമത്തെ സർവീസാണ് ലാസ്റ്റ് തീർന്നത്. 47,000-48,000 ഓക്കെ. സർവീസ് ആറായി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ഏതായിരുന്നു? ഏറ്റവും എക്സ്പെൻസീവ് പഴയ ഈ ലാസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ ഫ്രണ്ട് ടയർ മാറ്റി, ഫൈനാൻസ് പ്രോക്കറ്റ് മാറ്റി, ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറ്റി, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ മാറ്റി. പിന്നെ കൂടെ അതിൻ്റെ ജനറൽ സർവീസ്. ഓക്കെ. അപ്പോൾ ബാക്ക് സ്പ്രോക്കറ്റ് ഒക്കെ മാറുന്നത് എത്രയില്ല നോർമലി? എനിക്ക് ഇപ്പം എനിക്ക് ലൈഫ് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് ഒരു 22. ഓക്കെ, അത്രയും കിട്ടിയല്ലേ? ചിലത് 22 കിട്ടിയിട്ടുണ്ട്, 26 കിട്ടിയിട്ടുണ്ട്. എനിക്ക് 3ാമത്തെയാണ് നടക്കുന്നത്. സ്റ്റോക്ക് വന്നതല്ലാണ്ട് 3ാമത്തെയാണ് തോന്നുന്നത്. മറ്റേ ടൈപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ബ്രാസ് ടൈപ്പ്? ഇല്ല, ഞാൻ ഇവരുടെ സ്റ്റോക്ക് തന്നെയാണ് ഞാൻ മാറുന്നത്. ഞാൻ ഒന്നും ഇതുവരെ പെർഫോമൻസ് അപ്ഗ്രേഡോ അല്ലെന്നുണ്ട് വേറെ ബ്രാൻഡേഡോ ടയർ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ നോക്കിയാൽ. റേസ് ടൂറാർ ഇട്ടായിരുന്നു ഫ്രണ്ട് ആൻഡ് ബാക്ക്. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ എങ്ങനെ. അല്ല, അവരുടെ സ്റ്റോക്ക് ടയർ അടിപൊളി ടയറാ, വിലയും കുറവാണ്. അതായത് ഫ്രണ്ട് ടയർ നിനക്ക് എന്തോ 1,600 രൂപ 1,500 റേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്ക് ടയർ 1,900 2,000 രൂപയ്ക്കുള്ളിൽ. ഇപ്പൊ 2 ടയറും കൂടെ ചേർത്ത് എനിക്ക് 5 രൂപയ്ക്കുള്ളിൽ കിട്ടും. ലൈഫ് എത്ര ഉണ്ട്? ലൈഫ് എനിക്ക് എന്റെ ബോഡി ടീച്ചർ കുറവാണ് കിട്ടിയത്. എനിക്കൊരു 12, 14, 16 ആ റേഞ്ചിലാണ്. അത്യാവശ്യം നല്ല കുറവാണ് തോന്നുന്നു. അത്യാവശ്യം കുറവാണ്. എനിക്ക് അറിഞ്ഞോട്ടെ, എനിക്ക് ഗ്രിപ്പിൽ എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനില്ല. എനിക്ക് നല്ല ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. കോർണർ ആണെങ്കിലും
ബ്രേക്കിങ്ങിലാണ് ഇത്. അപ്പം ഞാൻ അത് എനിക്ക് വിഷയമല്ലാത്തതുകൊണ്ട് ടയർ അത്രയും വിലക്കുറവായതുകൊണ്ട് എനിക്കത് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നുമില്ല. ടയർ ലൈഫ് അങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എടുക്കരുതെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ആ സെയിം ലൈഫേ കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് 23,000, 24,000, 25,000 ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടലി നമ്മുടെ റൈഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇപ്പൊ ഈ ഇട്ടേക്കുന്ന ടയറോ? അത് സ്റ്റോക്ക് ടയർ തന്നെ. ഏത് ഇതോ? ആ. ഇപ്പൊ നീ ഏതാ മാറ്റിയത്? ബാക്ക് ടയർ ആണോ മാറ്റിയത്? ഞാനിപ്പോൾ ഇപ്രാവശ്യം മാറ്റിയപ്പോൾ സ്റ്റോക്കിലോട്ട് ബാക്കിലോട്ട് വന്നു. അപ്പൊ മറ്റേ ടയർ എങ്ങനെ ഉണ്ടായിരുന്നു? ടൂറാറ് കുഴപ്പമില്ലായിരുന്നു. അത് എനിക്ക് സ്റ്റോക്കിനേക്കാളും കുറച്ചും കൂടെ ലൈഫ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡിലും അതിന്റെ ഗ്രിപ്പ് കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം കുറച്ചുകൂടെ ഡീപ്പ് ത്രെഡ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ ബെറ്റർ ആണോ അത്? ഇല്ല, ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുള്ളൂ. ഞാൻ മാറി നോക്കിയതാണ്. പക്ഷെ അത് എനിക്കൊന്ന് ഈ വണ്ടിയേക്കാളും വേറെ വണ്ടികൾക്ക് ഒത്തിരി ചേരും. ഇതിനതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ വെറുതെ ഒന്നാമത്തെ ടയറിന്റെ കറക്റ്റ് ഇതിന്റെ പ്രൊഫൈൽ കിട്ടണേൽ അങ്ങനെ എല്ലായിടത്തും നമ്മൾ ചെന്ന് ചോദിക്കാനൊന്നും റെഡി കിട്ടത്തില്ല. വെറുതെ എന്തിനാ അത്രയും സ്ട്രെസ് എടുക്കുന്നത്? ഞാൻ ഷോറൂമിൽ ചെല്ലുമ്പോൾ ടയർ മാറാൻ നോക്കുമ്പോൾ അവിടെ ഈ ടയർ എന്തായാലും കാണും സ്റ്റോക്ക്. അപ്പം സ്പെയർ പാർട്സ് അവൈലബിലിറ്റിക്ക് ഒരു സീനും ഇല്ല ഇതുവരെ? എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ സ്പെയർ പാർട്സ് മാറേണ്ടതായിട്ട് വന്നല്ലോ. കോംപ്ലിക്കേറ്റഡ് സ്പെയർ പാർട്സ് വന്നിരിക്കുന്ന 2 സാധനമുള്ളൂ. ഒന്നെൻ്റെ ഹെഡ് ലാമ്പ്, ഈ ബാച്ചിനൊരു സീൻ ഉണ്ടായിരുന്നു. ഇതിന്റെ ഹെഡ് ലാമ്പിന്റെ ഇത് അടിച്ചു പോകായിരുന്നു. അടിച്ചു പോകുന്ന ഡിആറിലല്ല, പിന്നെ ഹെഡ് ലാമ്പ് പോർട്ടായിരുന്നു. അപ്പൊ അതില് ഒന്നി ലോ ബീം അല്ലെ ഹൈ ബീം അങ്ങനെ അടിച്ചു പോകാൻ ചിലർ 4 അടിച്ചു പോയവരൊക്കെ ഉണ്ട്. അതെന്തോ ബാച്ചിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അതായത് അടിച്ചു പോകാന്ന് പറയുമ്പോഴത്തേന് ഈ വണ്ടി ഇറക്കിയിട്ട് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പോവാണോ അതോ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്? അതായത് അടിച്ചു പോകുന്ന ലൈറ്റ് കട്ടായി പോവല്ല, പിന്നെ ഒരു കളർ വ്യത്യാസം എനിക്ക് തോന്നുന്നു, ഡിം ആവും. ഓക്കെ. അപ്പം എന്തുവാന്നറിയാം, ഇതിപ്പോ കത്തി കിടന്ന വൈറ്റാ, പ്യുവർ വൈറ്റ് കാണും. ആ അടിച്ചു പോയ സെല്ല് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും അതൊരു വയലറ്റിഷ് കളർ ആയിരിക്കും. ഓക്കെ. അപ്പൊ നിനക്ക് ആ 4 എണ്ണത്തിൽ 2 എണ്ണം വയലറ്റ് ആയി കിടക്കുന്നതാണ്. അങ്ങനെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഗ്രൂപ്പിൽ ഒരുപാട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വണ്ടി എടുത്ത് ഗ്രൂപ്പിൽ ചേർന്ന ആ സമയത്ത് ഇറങ്ങിയേക്കൊണ്ടുള്ള വണ്ടികൾക്കെല്ലാം ഈ കംപ്ലൈന്റ്. അപ്പം ഇതിങ്ങനെ വലിയൊരു ഇഷ്യൂ ആയപ്പോൾ, ഓൾ ഇന്ത്യ ലെവലിൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് കമ്പനി എന്തോ ഹെഡ് ലാമ്പ് വാറന്റി തന്നെ മാറി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാനിത് മാറ്റി വെച്ചതാണ് കോട്ടയത്ത് നിന്ന്. ഗ്രൂപ്പ് ചിലർക്കൊക്കെ മൾട്ടിപ്പിൾ ടൈം മാറ്റിയവരുണ്ട്. ചിലപ്പോൾ ആ സെയിം ബാച്ചിലുള്ള ഹെഡ് ലാമ്പ് തന്നെ ആയിരിക്കും പിന്നെ വെച്ചു കൊടുക്കും. ശരിയാ. പക്ഷേ ഈ മാറിയവരെല്ലാം അവരുടെ കയ്യിൽ നിന്ന് വെച്ചിട്ട് മാറിയല്ല, എത്ര തവണ മാറിയിട്ടുണ്ടോ അതെല്ലാം കമ്പനി മാറ്റി കൊടുത്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കും അതുപോലെ തന്നെ, ഞാനിത് കോട്ടയത്ത് സാധനം ഉണ്ടായിരുന്നു, കൊണ്ടുപോയി കൊടുത്തു, അവർ അപ്പം തന്നെ മാറി തന്നു. അതുപോലെ പിന്നെ എനിക്ക് മാറ്റേണ്ടതെന്നാണ്, എനിക്ക് ഒരിക്കൽ പണി കിട്ടിയതാണ്. നമ്മൾ ആർത്തിയുടെ ഷൂട്ടിന് പോയ സമയത്ത് നീ ഫ്രണ്ടിൽ പോയി ഈ കൃഷി വരുന്നേ ഉള്ളൂ ഇല്ലായിരുന്നു. രാവിലെ 6 മണി 7 മണി സമയത്ത് നമ്മൾ ഇറങ്ങിയത്. ഷൂട്ടിന് പോയ വഴിക്ക് വണ്ടി ഓഫായി പോയി. അത് ലിറ്ററലി പോയ വഴിക്ക് വണ്ടി ഓഫായി പോയി. അതുവരെ ഒരു കുഴപ്പം. ഞാൻ രാവിലെ വണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി സ്റ്റോറി വരെ ഇട്ടിട്ടാ പോകാം. അപ്പൊ ഓഫായിട്ട്, അപ്പൊ എനിക്ക് മറ്റേ ട്രയാങ്കിൾ സിമ്പിൾ വന്നു ISGയുടെ. അടിച്ചു നോക്കി ഓഫ് ഓൺ ആവുന്നില്ല. നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കി ഓഫാക്കി ഓൺ ആവുന്നില്ല. അപ്പൊ എനിക്ക് അപ്പോഴെല്ലാം ഈ ISG നിൽപ്പുണ്ട്. അത് മാറുന്നില്ല. സാധാരണ എന്തെങ്കിലും എററാണ്, കീ ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ റീസെറ്റ് ആവും. ഇതാവുന്നില്ല. എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച് നോക്കാം, നമുക്ക് പോയേ പറ്റുള്ളൂ. സെൽഫിയിൽ എടുക്കുന്നില്ല. അത് ചെറിയൊരു കയറ്റം ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യം. ഞാൻ അങ്ങോട്ട് ഉന്തി തള്ളി വെച്ച് തിരിച്ച് ഇറങ്ങി സെക്കൻഡിൽ ഇട്ടെടുത്തു. സെക്കൻഡിൽ ഇറങ്ങി ടിങ് തീർന്നു. ഒന്ന് കൊളുത്തി കിട്ടുന്നില്ല. അങ്ങനെ കണ്ടു. പിന്നെ നിങ്ങൾ വന്നു, നിങ്ങൾ തള്ളി, സെയിം അവസ്ഥ. പിന്നെ ഏതാണ്ട് ഊരിയിട്ട് കുത്താനൊക്കെ നോക്കുന്നു, ഒന്നും രക്ഷയില്ല. അവസാനം രാവിലെയാണ്, ആ ഷോറൂം തുറന്നില്ല. ഞാൻ പിന്നെ ജെബിനെ വിളിച്ച്, കോട്ടയത്തെ സർവീസ് മാനേജറായിരുന്നു, ജെബിനെ വിളിച്ചിട്ട് ജെബിനെ ഇതുപോലെ സീൻ ഉണ്ടല്ലോ. ജെബിനും പറഞ്ഞു ബാറ്ററി ആയിരിക്കും. ഞാൻ ബാറ്ററി ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥിരം ഓടിക്കുന്ന വണ്ടിയാണ്. 2 വർഷം ആവുന്നേ ഉള്ളൂ. ബാറ്ററി പോകാറുള്ളതായില്ല. 5 വർഷം വരെ ബാറ്ററിക്ക് വാർത്തയാണ്. അതിൻ്റെ ഒന്നുമല്ല, ISG കത്തി കിടപ്പുണ്ട്. എനിക്ക് അതാണെന്ന് ഡൗട്ടുണ്ട്. അതായത് ജെയിം പറഞ്ഞ പോലെ ഉന്തി തള്ളി നോക്കുക, അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കുക, എന്തെങ്കിലും എങ്ങനെ ഒന്ന് ഷോറൂമിൽ വരെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു. അയ്യോ, അന്നാണ് ഫസ്റ്റ് ടൈം RSAയുടെ ഉപയോഗം അറിഞ്ഞത്. തോക്ക് കയറി വെടി വെക്കുവാണ്. ഞാൻ കഥ അങ്ങോട്ട് മൂടി പറഞ്ഞു ചെമ്പി അടുത്ത ഞാൻ പെട്ടെന്ന് ഓർത്തതാ. പറഞ്ഞു എങ്ങനെയും ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു വിധത്തിൽ സ്റ്റാർട്ട് ആകുന്നല്ലോ. പിന്നെ നമ്മളവിടെ കുറെ നേരം കുത്തിയിരുന്നു. പിന്നെ RSA വിളിക്കാൻ, അപ്പൊ ഞാനായിട്ടല്ല RSA വിളിച്ചത്, ഞാൻ ജബിൻ വഴിയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ RSA ബുക്ക് ചെയ്ത് തരാം, RSA ഇല്ലേ എന്ന് ചോദിച്ചു. അമ്മ ഞാൻ RSA ഉണ്ട്. എന്തോ ഭയത്തിന് അന്നേരം എന്നോട് 1200 എത്രയും കൂടെ രൂപയും കൂടെ ഉള്ളൂ, ഒരു വർഷം RSA ഇട്ടേക്കട്ടെ എന്ന് ഞാൻ ഇത്തോളം പറഞ്ഞത്. ഇല്ല, നിന്റെ അവസ്ഥ കണ്ട പിന്നെ ഞാൻ കൺഫേം ആണ്, ഞാൻ ഇനി വണ്ടി എടുക്കുക RSA കൂടെ എടുക്കത്തുള്ളൂ. അപ്പോൾ അവനെ RSAക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കോൾ വന്നു. എവിടെയാണ്? ഹിന്ദിയിലായി. അത് ഇച്ചിരി സീനുണ്ട് കേട്ടോ. സീനെന്ന് ഞാൻ പറയത്തില്ല, ഹിന്ദി ഇംഗ്ലീഷ് നമുക്ക് അറിയാൻ കുഴപ്പമില്ല. കാരണം അത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നമ്മുടെ മലയാളികളല്ല കൺട്രോൾ അല്ല. അത് നമ്മൾ എടുക്കുന്ന RSA ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ എടുത്തേക്കുന്ന TVS വഴിയുള്ള ആയതുകൊണ്ട് തന്നെ അവർ മൊത്തത്തിലൊരു കമ്മ്യൂണിക്കേഷനിലോ. അപ്പോൾ ഹിന്ദിയിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എവിടെ എന്തോ പറ്റി, ഞാൻ ഇതുവരെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, വഴി എനിക്ക് എവിടെ ലൊക്കേഷൻ ഏതാ. അപ്പോൾ എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേരെന്ന് അറിയത്തില്ല കറക്റ്റ് നമ്മളോട്. അപ്പോൾ അവിടെ നിന്നവരോടൊക്കെ വിളിച്ച് ചോദിച്ചു ഇത് ഏകദേശം എവിടെ വരും എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞാൽ അടുത്തുള്ള ഷോറൂം എത്ര കിലോമീറ്റർ ആയിരിക്കണം. ഞാൻ ഇപ്പോൾ കോട്ടയത്ത് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ 50 കിലോമീറ്റർ അടുത്ത് വരുമായിരുന്നു. ഞാൻ അപ്പോൾ ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, പിക്കപ്പ് വരും, എവിടെ അടുത്തുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്തിട്ട്
നമ്മളെ വിളിച്ച് പറഞ്ഞു ഇത്ര നേരത്തിനുള്ളിൽ ഇന്നടത്തുനിന്ന് ആ പിക്കപ്പ് വരുന്നത് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ കാണും. പിക്കപ്പ് വന്നു, അതും മറ്റേ പിക്കപ്പ് ആണ്. അപ്പൊ നമ്മളിത് വിചാരിച്ചു പിക്കപ്പ് വരുമ്പോ ഇനി ഇതെല്ലാം പൊക്കിയെടുത്ത് അത് വെക്കണമല്ലോ, ഒരു വാലിലായിട്ട് വിളിച്ചു വീണ്ടും പറഞ്ഞു ആളെയൊക്കെ കൂട്ടണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ മറ്റേ സംഭവം തന്നെത്താനെ വലിച്ച് കയറ്റി വെക്കുന്ന സാധനം, ചുമ്മാ വണ്ടി കൊണ്ട് ലോക്കാക്കിയൊക്കെ വലിച്ച് കയറ്റി എടുക്കുക. അപ്പൊ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. അതായത് ബുദ്ധിമുട്ടിയോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടി. എന്റെ അന്നത്തെ ഷൂട്ട് നടന്നില്ല, എന്റെ ആ ഒരു ദിവസം പോയി. അല്ലാണ്ട് ഇപ്പൊ വണ്ടിയും കൊണ്ട് എന്തോ ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെ പെട്ടുപോവുക, അങ്ങനെ എനിക്ക് പെട്ട ഒരു അവസ്ഥയില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ട് വന്നു അൺഎക്സ്പെക്ടഡ് ആയിട്ട്. എനിക്കത് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. ഏത് ബൈക്കാണ് ഇനി കൂടിയ റിലയബിലിറ്റിയുടെ അങ്ങേ അറ്റം എന്ന് പറഞ്ഞ് നടക്കുന്ന ഹോണ്ട യമഹ എടുത്താലും ഇങ്ങനൊരു സാധനം ഞാൻ പ്രതീക്ഷിക്കും. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി അതേ തന്നെ ഞാനും കയറി കൂടെ കോട്ടയത്ത് ചെന്നു, അവിടെ ഇറക്കി വെച്ചു, ചെക്ക് ചെയ്തു. അപ്പൊ അവരാദ്യം ബാറ്ററി ഊരി നോക്കുന്നു, അതല്ല മറ്റേ ടാങ്ക് അഴിച്ചു മാറ്റി അവരുടെ ത്രഷേഡ് വണ്ടിയുടെ വെച്ച് നോക്കുന്നു, അതല്ല ഇഞ്ചക്ടർ ഊരി മാറ്റി വെച്ച് നോക്കുന്നു, അതില്ല ഹെഡ് അഴിക്കുന്നു, അതല്ല മൊത്തത്തിൽ വണ്ടി വലിച്ചു പറയും. ഹെഡ് അഴിച്ചാ? എല്ലാം അഴിച്ചു. ഓക്കെ. ഞാനപ്പോഴും ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ ലൈറ്റൊക്കെ ട്രയാങ്കിൾ സെറ്റ് ചെയ്ത് അല്ല ബ്രോ അങ്ങനല്ല, ഇതിങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 6 മണി ആയപ്പോഴും ഇത് കണ്ടുപിടിച്ചു സംഭവം ISCയുടെ ആണ്. അവരതിൻ്റെ ISC വെച്ചപ്പം സ്റ്റാർട്ടായി. അപ്പൊ അങ്ങനെ അടുത്ത ദിവസം അത് വെച്ചു സംഭവം കിട്ടി. ഒരു ദിവസം ഡിലേ വന്നു, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ മേജർ പണി. മേജർ പണിയും ഏറ്റവും എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് വഴി കിടക്കേണ്ടി വന്ന ഒറ്റ അവസ്ഥയതേ ഉള്ളൂ. അതല്ലാണ്ട് ഈ 2 വർഷത്തിനിടെ ഇത്രയും കിലോമീറ്റർ കൊണ്ട് ഞാനിപ്പോ ഇന്ത്യയില് ഒരു സൗത്ത് ഇന്ത്യയിൽ പല ഭാഗത്തും, ബാംഗ്ലൂർ മൾട്ടിപ്പിൾ ടൈം പോയിട്ടുണ്ട്, ഇതില് മാംഗ്ലൂർ ഞാൻ മൾട്ടിപ്പിൾ ടൈം പോയിട്ടുണ്ട്, ഗോവ പോയിട്ടുണ്ട്, ചെന്നൈ പോയി, കോയമ്പത്തൂർ പോയി, ഇത്രയിടത്തെല്ലാം ഞാൻ ഓടിയിട്ടുണ്ട്. എങ്ങനെ ഒരു 350 കിലോമീറ്റർ ഏറ്റവും മിനിമം ആ ലോങ് ഡിസ്റ്റൻസ് അല്ല, അത് കോയമ്പത്തൂരാ. ബാക്കിയെല്ലാം അതിന് മണ്ടയ്ക്കുള്ള. അതിലൊന്നും ഞാൻ ഇതുവരെ ഫുൾ കേരളം അങ്ങേയറ്റം തൊട്ട് ഓൾ കേരള റൈഡ് ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്കിത് റിലയബിൾ ആയിട്ട് എവിടെയും പോകാം. അപ്പൊ ഞാൻ ബൈക്കിന് പോകണോ, ഒരു ലോങ് ഡിസ്റ്റൻസ് വരുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് എന്നാൽ എന്റെ ബൈക്കിന് പോകാം എന്ന് ചിന്തിക്കും. അത് ഇതുകൊണ്ടാണ് റിലയബിലിറ്റി വൈസ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഞാൻ പ്രതീക്ഷിച്ചില്ല TVS ഇത്രയും. ഞാൻ ആദ്യമായിട്ടാണ് TVS ഓൺ ചെയ്യുന്നത്. നേരത്തെ എനിക്ക് ബജാജ് ആയിരുന്നു. ബജാജ് ഞാൻ അത്ര റിസ്ക് എടുക്കത്തില്ല. എനിക്ക് നേരത്തെ പൾസർ 150 ആയിരുന്നു. അതുകൊണ്ടൊരു 100 നമ്മൾ തിരുവനന്തപുരം എറണാകുളം അതിനപ്പുറത്തോട്ട് ഞാൻ ആ ബൈക്കിൽ പോകാനായിട്ട് അത്ര ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം അത് ഒന്ന് പഴയ വണ്ടിയായിരുന്നു, പുതിയ വണ്ടിയല്ല. ഞാൻ സെക്കൻഡ് റൂട്ട് എടുത്ത വണ്ടിയാണ്. അപ്പം അതുകൊണ്ടും ഞാൻ അതങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇതിലെനിക്ക് ആ ഇഷ്യൂ ഇല്ലായിരുന്നു. ഇതിലെനിക്ക് ഞാൻ നാളെ ലഡാക്ക് ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്താലും ഞാൻ ഇതിൽ പോകുന്ന കാര്യം ചിന്തിക്കും. ഞാൻ പോകത്തില്ല, ഇവിടെ വരെയൊന്നും ഒരു മജയില്ല. വിസിബിലിറ്റി എങ്ങനെയുണ്ട് ഹെഡ് ലാമ്പിന്റെ? എനിക്ക് ഓക്കെ എന്നല്ല, ഞാനിപ്പോൾ വേറെ വണ്ടികൾ ഇപ്പോൾ ഈ സെഗ്മെന്റിൽ ഓടിച്ചതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഇന്റൻസിറ്റി തരുന്ന ഒരു നല്ല ഹെഡ് ലാമ്പ് തന്നെ. എന്നും പറഞ്ഞ് ഇതങ്ങ് മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എല്ലാം അങ്ങ് പെട്ടെന്ന് ചെല്ലും, അങ്ങനൊന്നും അല്ല. പക്ഷേ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് തന്നെയുള്ളൂ ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ ഓക്സിലറി ലൈറ്റിലോട്ട് നോക്കാത്തതിൻ്റെ ഒരു കാര്യം, എനിക്ക് ലോങ് ഒക്കെ പോകുമ്പം വേണ്ടെന്ന് എന്നോട് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് വെച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്റ്റോക്ക് ലൈറ്റ് വെച്ച് ഓടിക്കാനേ പാടായിരിക്കും. കാരണം നമ്മളെ കണ്ണും ബ്രെയിനും അതുമായിട്ട് ട്രെയിൻഡ് ആവും, അത്രയും വെട്ടം, അത്രയും വിസിബിലിറ്റി. അപ്പോൾ നമ്മൾ വേറെ ഒരു ബോക്സ് ഇല്ലാത്തൊരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം അതിലോട്ട് പോകാൻ നോക്കാറില്ല. എൻ്റെ എന്താണോ വെട്ടം ഉള്ളത് അത് വെച്ച് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. ഇനി അത്ര മോശം ഹെഡ് ലാമ്പ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ബോക്സ് വെക്കേണ്ടതായിട്ട് ഞാൻ നോക്കും. ഇതിലെനിക്ക് എൻ്റെ ആവശ്യം ഇതുവരെ തോന്നിയിട്ടില്ല. ഹെഡ് ലാമ്പ് ഉള്ള ലൈറ്റ് എല്ലാം നല്ല വിസിബിലിറ്റി ഉള്ളതാണ്. അത് ടെയിൽ ലാമ്പ് ആയിക്കോട്ടെ, എല്ലാത്തിലും നല്ല വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ ആൾക്കാരുടെ ഈ വീഡിയോയ്ക്കകത്ത് അവരുടെ ഹെഡ് ലാമ്പ് ബ്രോഡ്നെസ് ഇല്ല, കോർണർ ടു കോർണർ ചെയ്യാനായിട്ടുള്ള ഒരു ബ്രോഡ്നെസ് ഇല്ല. ഞാൻ ഈ വണ്ടി വെച്ചിട്ട് നമുക്ക് പോകുന്ന സ്പീഡുകളിൽ രാത്രി ഒരു 60-70 മണ്ടയ്ക്ക് നമുക്ക് നമ്മുടെ ഈ സാധാരണ റോഡുകളിൽ കൂടി ഇതിനെ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. അത് സേഫും അല്ല. അത് ഇതെന്നല്ല മിക്കവാറും ഉള്ള ഇത്ര വണ്ടികളെല്ലാം അതൊന്നും അത്രയും വലിയ കോർണർ ഇതൊന്നും തരാനുള്ളതല്ല. എല്ലാം ബിഗ് ബൈക്സ് ഒക്കെ ഉള്ളു ഈ പറയുന്ന പോലെ നമുക്ക് കോർണർ ടു കോർണർ അങ്ങനെ ഓവർ ചെയ്ത് അതൊക്കെ ഓൾമോസ്റ്റ് കാറിന്റെ ലെവൽ ഓഫ് ലൈറ്റ് തരുന്നല്ലേ. കുഞ്ഞു വണ്ടികൾക്ക് ഇത്രയൊക്കെ വരത്തുള്ളൂ. 25 വന്ന അപ്ഡേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ബാക്കിൽ ഡ്യുവൽ ചാനൽ ABS ആയി, മിഡിലിന് പുതിയ കളർ വന്നു. ബാക്ക് ടൈലിന്റെ ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഡിസൈൻ. അതിന്റെ ബാക്ക് വെച്ച് ഉരുട്ടി പറിച്ച് വെച്ചേക്കുന്നതാണ്. അല്ല ചള്ളം തെറിക്കും അത് പുതിയ തെറിക്കാന്ന് കേട്ടെ. പക്ഷേ ഹഗറൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ ഇല്ലായിരുന്നു. ഇതിന് ഹഗറൊന്നുമില്ല. കാരണം ഈ ഡിസൈൻ ഇങ്ങനെ ഉണ്ടെന്ന് നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഡിസൈനാണ്. ഇത് പിന്നെയും കൂടെ കുറച്ചുകൂടെ അവർ മാറ്റി ഇച്ചിരി ഷാർപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അത് എനിക്ക് കുറച്ചും കൂടെ താല്പര്യമുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു തലവേദന പിടിച്ച പരിപാടിയാണ് നമുക്ക് ഈ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെ ലൂബ് ചെയ്യണം എന്നുള്ളത്. ഇത് മറ്റേ ബെൽറ്റ് ഡ്രൈവ് പോലെ മൊത്തത്തിൽ കവർ പോകുന്ന സാധനമാണ്. ഈ കവർ അഴിക്കാണ്ട് നിനക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ ഒരു വകുപ്പില്ല. പക്ഷെ പിന്നെ അവിടെ ഒരു ഓട്ടോ തന്നിട്ടുണ്ടല്ലോ നമുക്ക്. ചെയിൻ സ്ലാക്ക് നോക്കാം ഓട്ടയാണ്. അല്ല നമുക്ക് സ്പ്രേ ചെയ്ത് വേണമെങ്കിൽ ചെയ്യത്തില്ല. അത്ര മര്യാദയ്ക്കൊന്നും ചെയ്യാൻ നടക്കത്തില്ല. വലിയതല്ല. അതുകൊണ്ട് നമുക്ക് എന്തോ ഇതുപോലെ ലോങ് ഒക്കെ ഓടുന്ന സമയത്ത് നീ എവിടെയെങ്കിലും നിർത്തി ഇച്ചിരി സമയം ഉണ്ടായാലേ ഈ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ ലോങ് ഒന്നും ഓടുമ്പോൾ ക്ലീൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ ലൂബ് അടിച്ച് വിടത്തേ ഉള്ളൂ. ഡ്രൈ ആവുന്നു നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ലൂബ് അടിക്കത്തേ ഉള്ളൂ. അതിൻ്റെ ഓട്ടയ്ക്ക് സൈഡിലോട്ടൊക്കെ വരിഞ്ഞ് പിടിച്ച് ഞാനത് ലൂബ് അടിക്കും. കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് അഴിച്ചിട്ട് ഞാൻ കഴുകുമ്പോൾ അത്യാവശ്യം നല്ലൊരു മേജറായിട്ട് ഞാൻ വണ്ടി കഴുകാൻ എടുക്കുന്ന സമയത്തേക്ക് ഇത് മൊത്തത്തിൽ അഴിച്ചിട്ട്
ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് ഒക്കെ ചെയ്തോളാം പറയും. ഇത് ഭയങ്കര പണിയാണല്ലോ. സർവീസിന് പോകുമ്പോൾ അഴിക്കാനുള്ള ടൂൾസ് ഇതിന്റെ ഒക്കെ വീട്ടിലുണ്ടോ? 5 അല്ലെങ്കിൽ മതി. കൂടാതെ ഇതിനകത്തൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇതിനകത്ത് എന്നാ കിട്ടുന്നത്? ഇതിനകത്ത് നമ്മുടെ സാധാ സാധനങ്ങൾ, ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു സ്പാനർ, അത് മുറുക്കാൻ പറ്റുന്ന ഒരു സ്പാനറുണ്ട്. പിന്നെ ഇനി ഫ്രണ്ട് സ്പ്രോക്കറ്റ് നീ ക്ലീൻ ചെയ്യണം എന്നുള്ളത് സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കേണ്ട. കാരണം ഫ്രണ്ട് സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗിയർ ലിവർ അഴിച്ചു മാറ്റണം. എന്നിട്ട് ഈ എഞ്ചിൻ്റെ ഈ സൈഡിലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ അഴിച്ചു മാറ്റണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എനിക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് കിട്ടുള്ളൂ. അതൊരു സർവീസിന് മുമ്പേ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. അത് ഇച്ചിരി മടുപ്പാണല്ലോ. മടുപ്പെന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യിപ്പിക്കണേ സർവീസ് സെന്ററിൽ പോയാൽ പറ്റുള്ളൂ. പോകണം. പിന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ കവർ ഉള്ളത് കൊണ്ട് എനിക്ക് സാധാരണ വണ്ടികളിൽ ചെയിൻ ഡേട്ടി ആവുന്നതിൻ്റെ അത്ര പെട്ടെന്ന് ഇത് ഡേട്ടി ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ചുകൂടെ നമുക്ക് പറ്റും, ലോ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും ഇതിൽ. എന്നാലും അതൊരു ഭയങ്കര ഇൻകൺവീനിയൻസ്. പക്ഷെ ഇപ്പോഴത്തെ അത് ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ അതില്ല, സാധാ അത് മര്യാദയ്ക്ക് അവർക്ക് മനസ്സിലായി സാധനം. പിന്നെ എനിക്ക് ഈ ഫുഡ് പെക്കിന്റെ പൊസിഷൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിനക്ക് ഷോർട്ട് ഡിസ്റ്റൻസുകൾ ഓടുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെല്ലാം നല്ല കംഫർട്ടബിൾ ആണ്. കാലിന് മടക്കമില്ല, അങ്ങനെയൊക്കെ ഇരിക്കാം. പിന്നെ എനിക്ക് ലോങ് പോകുമ്പോൾ ഭയങ്കര മടുപ്പായത്. ഇങ്ങനെ നമുക്ക് ഒത്തിരി നേരം. പിന്നെ നീ റേസ് ബൈക്കിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ പുറകിലത്തെ ഇതേലാ കൊണ്ട കാല് വെക്കുന്നത്. അയ്യോ, ഒരു 100-300 കിലോമീറ്റർ കഴിയുമ്പോൾ കാര്യം പറയുന്നത്. അല്ല, അതാ ചോദിക്കുന്നത്, അവിടെ അല്ലേ മടുപ്പ് വരുന്നത്? അല്ലല്ല, അത് ഒത്തിരി നേരം അത്രയും മടങ്ങി ഇരുന്നാലും പ്രശ്നമാണ്. അതുകൊണ്ടാണ് നീ അഡ്വഞ്ചർ ബൈക്കോ അല്ലെ അങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുന്ന ബൈക്ക് നോക്കിയാൽ മിഡിലായിട്ടായിരിക്കും നമുക്ക് ഫുഡ് പാക്ക്. ഇത് മിഡിലല്ല, ഇത് ഫോർവേഡാ. അത്ര ഫോർവേഡാ. മീറ്റിയോറിന്റെ അത്ര. കാരണം മിഡിലാണെന്നുണ്ടെങ്കിൽ നിന്റെ ചന്തി ഇവിടെ വരുന്നത് അതിന് ഓൾമോസ്റ്റ് താഴെയായിട്ടായിരിക്കും മിഡിൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിന് ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അപ്പൊ കാലിന് മടക്കമില്ല, കാല് 90 ഡിഗ്രിയിലായിരിക്കുന്നത്. ഇച്ചിരൂടെ മടങ്ങിയാൽ നമ്മള് ഇപ്പൊ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ നടു സ്ട്രെയിൻ ആവും ഒത്തിരി ദൂരം പോകുമ്പോൾ. അതൊരു 300 കിലോമീറ്ററിലും കഴിയുമ്പോഴത്തേക്കുള്ള കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ വരും. അപ്പൊ എനിക്ക് കാലിലൂടെ മടങ്ങിയിരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. പിന്നെ എൻ്റെ ഹൈറ്റിന്റെയും കൂടെ ഉണ്ടത്. ഹൈറ്റ് കുറഞ്ഞവർക്ക് അത്രയും ഉണ്ടാകാൻ സാധ്യത ഉണ്ടോന്ന് അറിയത്തില്ല. ഹൈറ്റ് കാരണം ഹാൻഡിൽ ബാർ ലേഡീസ് ഒക്കെ ഒത്തിരി പ്രിഫർ ചെയ്യുന്നത്, അതാ ഞാൻ ചോദിച്ചത്. അത് കുഴപ്പമില്ല. ഹാൻഡിൽ ബാറിന് ഒത്തിരി ഹൈറ്റ് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഒത്തിരി ഹൈറ്റ് ഉള്ളവരെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ഇങ്ങനെ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്റർ നമുക്ക് ഫീൽ ചെയ്യും. 6 ഫീറ്റ് ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഓടിക്കാം. ഞാൻ പറഞ്ഞില്ല, അത് യൂസേജ് അനുസരിച്ചാണ്. നമ്മൾ നോർമൽ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്കൊരു 150 കിലോമീറ്ററിന്റെ ഓട്ടോ ഒക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നും തോന്നത്തില്ല. പക്ഷെ അതിന് മുകളിലോട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ. അതായത് ഒരു ദിവസം നീ 500 കിലോമീറ്റർ 600 കിലോമീറ്റർ കവർ ചെയ്യണമെന്ന് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട്. സസ്പെൻഷൻ എടുത്ത് പറയേണ്ടതെന്നാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഷോവയുടെ സസ്പെൻഷൻ. ആ ഷോവയുടെ ഒരു ക്വാളിറ്റി നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ 52,000 കിലോമീറ്റർ ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ഓയിൽ ചേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഓയിൽ സീലിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് അത് ലീക്ക് ആയിട്ടില്ല. ഞാൻ പല വണ്ടികളുടെയും കണ്ടുകൊണ്ട് ഓയിൽ സീൽ പൊട്ടി ലീക്ക് ആയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം ഞാൻ വലിയ കുഴികളിലൊക്കെ പോയി ചാടിക്കുക, ഓഫ് റോഡൊക്കെ നല്ല അഗ്രസീവായിട്ട് എടുത്ത് പോകത്തൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പൊ പൊട്ടും ആ സാധനം വരും. പക്ഷെ പൊട്ടിയിട്ടില്ല. ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നല്ല കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ഷോക്കിന്റെ ഭാഗത്തുനിന്നില്ല. നീ അങ്ങേ ഏറ്റവും ഓയിൽ ഡേർട്ടി ആയെന്ന് തോന്നുമ്പോൾ മാത്രമേ ഉള്ളത് സോഫ്റ്റ് ആയി അതിന്റെ ക്യാരക്ടർ വിടുന്നു. അതുവരെ നല്ല ഇതാണ്. പിന്നെ ഹൈവേയിൽ ഓടിക്കുമ്പോഴാണെങ്കിലും നോർമൽ ഡെയിലി 2 പേരെ വെച്ച് ഓടിക്കുമ്പോഴാണെങ്കിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള റൈഡായിരുന്നു. എനിക്ക് ആ വെയിറ്റ് ഷിഫ്റ്റ് അധികം ഫീൽ ചെയ്യുന്നില്ല. ബ്രേക്കിംഗ് ടൈമിലാണെങ്കിലും നല്ല സ്റ്റേബിൾ ആണ്, കോർണറിംഗ് ടൈമിലാണെങ്കിലും നല്ല സ്റ്റേബിൾ ആണ്. കംഫർട്ടിൽ ഞാൻ പറയാം അത്ര ഹണ്ടർ പോലെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ അല്ല. ലോ സ്പീഡ്സിൽ നിനക്ക് അത്യാവശ്യം ചെറിയ ബമ്പൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നീ ഇച്ചിരി സ്പീഡ്, അതൊരു 40 മണ്ടയ്ക്കുള്ള സ്പീഡ് കിട്ടിയാൽ മതി, സ്മൂത്ത് ഔട്ട് ആവും. 80-90 പോകുമ്പോൾ നല്ല സ്മൂത്ത് ആണ്. പൊതുവെ ടിവിഎസിന്റെ സർവീസ് മോശമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ സർവീസിന്റെ ഭാഗത്തോട് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു പണി വന്നിട്ടില്ല. കാരണം ഞാൻ കോട്ടയം ടിവിഎസിൽ അരുണാണ് വണ്ടി ഇതുവരെ ചെയ്തോണ്ടിരിക്കുക. ഓ, എപ്പോഴും അവിടെ തന്നെയാണോ? ഞാൻ അവിടെ തന്നെയാണ്. ഞാൻ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ പുറത്ത് കൊച്ചിനിൽ കൊടുത്തിട്ടുള്ളത്. ഗോവയ്ക്ക് പോകുന്ന വഴി അവിടെ എറണാകുളം വഴി അങ്ങനെ കൊച്ചിൻ ടിവിഎസ് കൊടുത്തായിരുന്നു. അവരുടെ നല്ല സർവീസ് ആയിരുന്നു, കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. ഈ രണ്ടിടത്തല്ലാണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് മിഡിൽ വേരിയന്റ് ആയതുകൊണ്ട് ഇതിനകത്ത് വൈസറും ഈ ചാർജറും അഡ്ജസ്റ്റബിൾ ലിവറും ഒന്നും വരുന്നില്ലായിരുന്നു. അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വൈസർ വെക്കുന്നത് നല്ലതാണ്, ഈ ലുക്ക് മാറും. പിന്നെ എനിക്ക് നമ്മുടെ ഈ വയറിന്റെ ഇവിടെ വരെ, എൻ്റെ ഈ വയറിന്റെ ഇവിടെ വരെ എനിക്ക് വിൻഡ് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇതോ അഡ്ജസ്റ്റബിൾ ലിവറും മറ്റേ നോർമൽ ലിവറിനേക്കാളും കുറച്ചും കൂടെ കനം ഉണ്ട് ഇതിന്. അതൊക്കെ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളും ഒരു കൺട്രോളും തോന്നും. നോർമലി കുറച്ചുകൂടെ കനം കുറഞ്ഞ ലിവർ ആയതുകൊണ്ട് എനിക്ക് അത്ര സുഖമായിട്ട്. അപ്പാച്ചിയുടെ ലിവേഴ്സ് ആണോ? ഇല്ല, അപ്പാച്ചി ഇതിലും എല്ലാം സെയിം ആയിരുന്നു. തന്നെയാണ് കളർ വ്യത്യാസമൊക്കെ. അപ്പാച്ചി വരുമ്പോഴത്തേക്ക് സിൽവർ ആവും. തുരുമ്പിന്റെ പ്രശ്നം എനിക്കില്ല. പക്ഷെ പെയിന്റ് പോയ ഒരു പ്രശ്നമുണ്ട്. അത് പെയിന്റ് പോയത് മേജർ പാർട്സിലും അങ്ങനൊന്നും അല്ല. ഈ മിറർ നീ കണ്ടില്ലോ, ഈ മിററിന്റെ ഈ സൈഡിൽ പൊളിഞ്ഞു പോയേക്കുന്നുണ്ടോ? മാറ്റ് പോർഷനില്ല. അതുപോലെ ഈ മീറ്ററിന്റെ താഴത്തെ ഈ ഒരു പോർഷനിലും ചെറിയായിട്ട് പെയിന്റ് തുരുമ്പ് പിടിച്ചിട്ടല്ല പോയത്, അതെന്തോ ഈ പൊരിഞ്ഞതായി പോയല്ലോ ആ സാധനം. ആ 2 പാർട്സിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്ററിന്റെ ഗ്ലാസ് എനിക്ക് നല്ല ചിപ്പിങ് വന്നിട്ടുണ്ട്. ഞാൻ ചെന്നൈ പോവുകയാണ്, ഇത്രയും വന്നതാണ്. അവിടെ നല്ല ചൂടാണ്. അതുപോലെ ഓൾ ഡേ ഞാൻ വെയിലത്താണ് ഓടിച്ചത്.
അപ്പം അങ്ങനെ ചൂടടിച്ചിട്ടാണ് നീ ചിപ്പിങ് കുറച്ച് കൂടി, ഇത്രയില്ല, നീ സൈഡിൽ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. ഇത് തന്നെ മാറൂല്ലല്ലേ? മാറത്തില്ല അതിന് ഗ്ലാസ് ആയിട്ടും അത് മാറത്തില്ല, ഫുൾ മീറ്റർ യൂണിറ്റ് മാറത്തില്ല. ഓക്കെ. അതുകൊണ്ട് ഞാൻ അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വന്നാലും എനിക്ക് അത് ഇഷ്യൂ ഇല്ല, വാറണ്ടി ആര് തരാമെന്നേ ഉള്ളത്. അല്ലാതെ മീറ്റർ കൺസോളിനകത്ത് നിനക്ക് വെള്ളം കയറുന്ന ഇഷ്യൂ, വെള്ളം കയറല്, ഫോഗ് കയറല്, അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. സ്വിച്ച് ഗിയേഴ്സിലോ? സ്വിച്ച് ഗേഴ്സിലും സീനൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും. ഇത് എക്സ്ട്രാ വെച്ചല്ലേ? ഇത് എക്സ്ട്രാ വെച്ചാൽ പക്ഷെ അത് നല്ലൊരു ലഗേജ് കാര്യം നല്ല സാധനമാണ്. നല്ല സാധനം. അല്ലാണ്ട് നീ ലഗേജ് വെച്ച് കെട്ടാൻ കഴിഞ്ഞാൽ പിന്നെ നിനക്കിരിക്കാൻ സ്ഥലമില്ല. അല്ല, ഇത് ഇല്ലാത്ത സാധനത്തിൽ തന്നെ ബാക്കിൽ പില്ലിന് ഇരിക്കാൻ പാടില്ല. പില്ലെന്നാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 പേരാണെന്നുണ്ടെങ്കിൽ ബാഗിൽ തട്ടും. പക്ഷേ ഇതിന് ആ ഒരു സീനില്ല, ചെറുതാ സ്പേസ് എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. ഈ ആന്തനെ കൂടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതില്ലാതെ ഒരു 60 കിലോമീറ്റർ ഒക്കെ, മീൻസ് കോട്ടയം വരെ. 120 പോകും. ഇത് വെച്ചിട്ട് എനിക്ക് എറണാകുളം വരെ പോകാം, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വന്ന് അവിടെ ഇറങ്ങിയിട്ട് ചായം കുടിച്ചിട്ട് വീണ്ടും കയറി ഇനിയും പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഇല്ലാതെ തീരെ പറ്റത്തില്ല. കറക്റ്റ് നമ്മുടെ ലംബാർഡിന് ഒരു വൈബ്രേഷൻ ഇങ്ങനെ അടിക്കുക, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് വെച്ചപ്പോൾ കുറച്ച് ലുക്കും തോന്നുന്നുണ്ട്. ഒരു വണ്ടി കുറച്ച് ഷാർപ്പായി ബാക്ക്, ഇഷ്ടമേ ഇല്ല. ഇത് ഇതിവിടെ വെച്ചപ്പോഴത്തേക്ക് അത്ര ഷാർപ്പായി. പിന്നെ ഇത് എടുക്കാൻ എന്നോട് ഒത്തിരി പേര് എന്തിനിത് എടുത്തേ, ഇത് ഈ വണ്ടി തന്നെ എന്താ എടുത്തതെന്ന് എനിക്ക് ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. കാരണം ഈ ഡ്രോൺ അന്ന് ഞാൻ എടുത്ത സമയത്തൊന്നും അധികം ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. ഇപ്പം പിന്നെയും കുറേ ഇറങ്ങുന്നുണ്ട്. എന്നോട് എന്താ ബ്രോ ഇതെടുത്തേ, മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നല്ലോ, ഹൈനസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് അത് പിന്നെ ഹൈനസ് CB350cc ഞാൻ നോക്കിയാൽ, പക്ഷേ അതിന് പൈസ നല്ല പൈസ. നമുക്ക് 100 പക്ഷേ ഓക്കെ ഡീലല്ലേ? പക്ഷേ എനിക്ക് അതിന്റെ റൈഡ് ക്വാളിറ്റി ഇഷ്ടമല്ലായിരുന്നു. അതുമല്ല ഇതിന്റെ അത്ര മൈലേജും തരത്തില്ലല്ലോ. പക്ഷെ നിനക്ക് 350cc കിട്ടും. സിസിയിൽ എനിക്ക് കാര്യമില്ല, എനിക്ക് ടോർക്ക് ഇതിന് അത്യാവശ്യം നല്ല ടോർക്ക്, 2 പേരെ വെച്ച് നന്നായിട്ട്. അതിൽ ടോർക്ക് ഇല്ലേ? അതിന് ടോർക്കുണ്ട്, അതിനനുസരിച്ച് മൈലേജും കുറവ്. ഓക്കെ. എനിക്ക് മൈലേജ് ഒരു പ്രയോറിറ്റി ആയിരുന്നു. എനിക്ക് മെയിൻ പ്രയോറിറ്റി മൈലേജ് തന്നെയായിരുന്നു. എനിക്ക് ആ നല്ല മൈലേജിൽ എനിക്ക് ഇത്രയും ടോർക്ക് ഒരു എഞ്ചിൻ കിട്ടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്. കുറച്ചുകൂടെ ബെറ്റർ ഹൈവേ പെർഫോമൻസ് പക്ഷേ അതല്ലായിരുന്നു. അന്ന് ഞാൻ അത്ര ഹൈവേ ഓടിക്കാൻ പ്ലാനും ഇല്ലായിരുന്നു. എൻ്റെ ഡെയിലി യൂസ് ആയിരുന്നു ഞാൻ മെയിനായിട്ട് നോക്കിയത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നല്ലൊരു വണ്ടി കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഹൈവേ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ്. ഒരിക്കലും ഞാൻ പറയത്തില്ല ഹൈവേ യൂസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല ഹൈവേ യൂസ് ചെയ്യുന്ന 50% അല്ല 60% മാത്രമേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. ഓക്കെ. അല്ല, ഹൈവേ യൂസിൽ അപ്പോൾ കൂടുതലും കൂടെ റോഡിനെക്കാട്ടിലും 100 പെർഫോം ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷത്തിൽ ഞാൻ കൂടിപ്പോയാൽ 2-3 പ്രാവശ്യം ഈ പറഞ്ഞ ലോങ് ഹൈവേ പോകുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡെയിലി ഉള്ള മൈലേജ് എന്തിനും സാക്രിഫൈസ് ചെയ്യണം. എനിക്ക് ആ റണ്ണിങ് കോസ്റ്റ് കുറഞ്ഞിരിക്കണം എൻ്റെ വണ്ടി. അന്ന് ഞാൻ നോക്കി 40 മൈലേജ് ആവറേജ് കിട്ടിയിട്ട് ഞാൻ ഇത്രയും കാലം അടിച്ച കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,30,000 രൂപയുടെ അടുത്ത് ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പെട്രോൾ മാത്രം. അത് വെച്ച് നോക്കുക, സർവീസ് ഭയങ്കര കുറവാണ്. സർവീസ് ചാർജ് കുറയ്ക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്തിനാ എൻ്റെ ആ ഒരു ചിലവ് കൂട്ടുന്നത്? ശരിയാ. ഇനിയിപ്പോൾ ഹൈവേ ആ ഒരു ഇതിലോട്ട് വരുമ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അപ്ഗ്രേഡ് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടി, ഇപ്പോൾ ഡുഗാട്ടി മൾട്ടിസ്ട്രാഡ വാങ്ങിച്ചിട്ട് എനിക്ക് എന്നും ഇതുവഴി പട്ടി ഓട്ടം ഓടാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. നമ്മൾ ഡെയിലി ഓടിക്കുമ്പോൾ എഫിഷ്യൻസിക്കും കംഫർട്ടും ഞാൻ പിന്നെയും ലിസ്റ്റ് നോക്കി. എനിക്ക് ആദ്യം എഫിഷ്യൻസിയാണ് വേണ്ടത്. അപ്പം പിന്നെ 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് കാണാം. നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ നീ ഷൂട്ട് ചെയ്യാനാണെങ്കിലും യാത്രയാണെങ്കിലും അത് കംഫർട്ടബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലഗേജ് കാരിയർ വന്നപ്പോൾ സെറ്റായി. അതാണ് ഞാൻ പർപ്പസ് നോക്കി എടുത്തൊരു വണ്ടിയാണ്. അല്ലാണ്ട് ഇതിന്റെ ലുക്ക് കണ്ടിട്ട് ഞാൻ മയങ്ങി വീണതോ ഇതിന്റെ ഫീച്ചേഴ്സ് കണ്ടിട്ട്. പിന്നെ കുറച്ച് ആൾക്കാർ മയങ്ങി വീണേക്കുന്നത് അതിന്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടിട്ടാണല്ലോ. അതൊരു കിടിലൻ സാധനം, അതൊരു അടിപൊളി സാധനം. ഈ വണ്ടിയിൽ എനിക്ക് എൻജിൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എൻജിനായിട്ട് നമുക്ക് കൂട്ടി പറയാന്നേ ഉള്ളൂ. എക്സോസ്റ്റ് നോട്ട് അടിപൊളിയാണ്. തന്നെ. അതെ, നമുക്ക് വേറെ എന്തൊക്കെ കുറവുകൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും ഇതിന്റെ എക്സോസ്റ്റ് നോട്ടിലോട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് TVSന്റെ എല്ലാ വണ്ടിക്കും അവരെ എക്സോസ്റ്റ് 310 സീരീസിന്റെ ഒഴിച്ച് ബാക്കി എക്സോസ്റ്റ്. ഈവൻ അപ്പാച്ചി 160-200 ഒരു പൊട്ടലുണ്ട്. എൻഡോർക്ക് സ്കൂട്ടർ സെഗ്മെന്റിൽ ഇത്ര ബേസിക് സൗണ്ട് ഉള്ള വണ്ടിയില്ല. അവരെ ഇതിലും എന്നോട് പോലീസുകാരും അല്ലാണ്ട് കാണുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്റ്റോക്ക് തന്നെ ആണോ എന്നുള്ളത്. പിന്നെ കാണുമ്പോൾ പിന്നെ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും സ്റ്റോക്ക് തന്നെ, വേറെ ഒന്നും മാറ്റി. കൂടാതെ ഈ ഇടുങ്ങിയ വഴിയിൽ അത്യാവശ്യം റേസ് ചെയ്ത് പോവാണ്, ദൂരേന്ന് വരുന്ന അറിയോ, നല്ല വഴക്കമാണ്. തിരിഞ്ഞു നോക്കും ആൾക്കാർ സൗണ്ട് കേട്ടിട്ട്. അതൊരു അടിപൊളി സാധനമാണ്. നല്ല ഈ ഒരു പ്രൈസിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് നല്ലൊരു എക്സോസ്റ്റ് നോട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സെറ്റാ. നല്ല ബേസാണ്, നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, രസം. നീ കേട്ടോണ്ടിരുന്നാലും കേൾക്കുന്നവനും ബുദ്ധിമുട്ടില്ല. നല്ല ഒരു ഗാംഭീര്യം, ഒരു മുഴക്ക, ഹംപിനെസ് അടിപൊളി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസം. 100 എങ്ങനെയുണ്ട്? 100 ഇത്രയില്ല. 100 ഈ ഒരു സാധനം വരും. ഇത് ഈ ഒരു സാധനം കിട്ടും. പിന്നെ നല്ല ടാങ്ക് റേഞ്ച് കിട്ടും. 14 ലിറ്ററിൻ്റെ ടാങ്കാണ്. 14 ലിറ്റർ എന്ന് പറഞ്ഞാൽ 14 നിനക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫുൾ അടിച്ച് കഴിയുമ്പോൾ 12 വരെ ഫുള്ള് കയറിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഫുള്ളാവും. എങ്ങനെ ഒരു 2 അതിനകത്ത് കിടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ സുഖമായിട്ട് നീ 400 കിലോമീറ്റർ ഓടും.
ഹൈവേയിൽ ഈ പറഞ്ഞത് 90 പിടിച്ചിരുന്നാലും ഈ 440-450 കിലോമീറ്റർ റേഞ്ച് നല്ലൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ട കാര്യമില്ല. ഫുൾ ടാങ്ക് അടിച്ചു ഒരിക്കൽ അടിച്ചാൽ ഞാനതും ഇതിലൊരു 80% തവണ ഞാൻ ഫുൾ ടാങ്ക് ആയിരുന്നു. ടാങ്ക് ടു ടാങ്ക് ആണ് മിക്കപ്പോഴും ഫ്യൂൽ ഫില്ല് ചെയ്യാറ്. അപ്പോൾ അതിൽ എനിക്കൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്നോളൂ. അല്ലാതെ മറ്റേ ഫ്യൂൽ പമ്പിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. അത് ഇഷ്യൂ വരാനും വേണ്ടി ഞാൻ അങ്ങനെ ഓടിച്ചിട്ടേ ഇല്ല. ഞാൻ റിസർവ് ചെയ്ത് ഓടിച്ചിരിക്കുന്നത് വളരെ കുറവ് മാത്രമേ റിസർവിൽ വണ്ടി ഓടിച്ചുള്ളത്. അതിനകത്ത് പക്ഷേ മൊത്തം ഇത് ഫുൾ ഇത്രയും മൈലേജ് കിട്ടുന്ന വണ്ടിയെ റിസർവേയിൽ ഇടാതെ ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് കിടന്ന് മിന്നുന്നു എന്തൊക്കെ എനിക്ക് വണ്ടിക്കും ബുദ്ധിമുട്ട്, എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് നല്ല ഫുൾ ടാങ്ക് കിടക്കുമ്പോൾ മനസ്സ് പോകാൻ എന്തായാലും നീ പലപ്പോഴായിട്ടാണെങ്കിലും ഒന്നിച്ചാണെങ്കിലും ആ അടിക്കേണ്ട പൈസ കഴിച്ചില്ല. പിന്നെ എന്തിനു വെറുതെ വെച്ച് തിരുന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബ്രേക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ബ്രേക്സ് ഓക്കെയാണ്. നീ സിന്തേർഡിൽ നിന്ന് ഓർഗാനിക്കാ ഇത്? അല്ല, അവര് തരുന്ന ബ്രേക്ക് പാഡ് അതുപോലെ സിന്തേർഡിലോട്ടൊന്നും മാറിയില്ല. കാര്യമില്ല. എന്ത് കാര്യത്തിന് അതിനകത്ത് മാറണ്ടേ? മിറർ വിസിബിലിറ്റി ഒക്കെയോ ഓക്കെയാണ്, സെറ്റാണ്. ഞാൻ പറയത്തില്ല, ഓക്കെയാണ് ഇതിന്റെ ലുക്കുള്ളത്. പിന്നെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് എത്ര പിടുത്തില്ല. ഇതിന്റെ ബോളായിട്ട് നമുക്ക് എന്റെ ഹൈറ്റിൽ അങ്ങോട്ട് എനിക്ക് ആ ഒരു പെർഫെക്റ്റ് സാധനം കിട്ടണ കുറച്ച് ലിമിറ്റ് ആണ്. നിനക്കിത് അറിയാമായിരുന്നോ? എനിക്കത് അറിയായിരുന്നു. കാണാൻ ഭയങ്കര ബോറായതാണ് ഞാൻ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് താല്പര്യം. അതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് വിസിബിലിറ്റി ആണ്? ഞാനോട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സൈഡ് കാണാനൊന്നും ഇല്ലല്ലോ. ഞാൻ തറ കാണാനെന്തോ ഇല്ല. ഈ ഓൾമോസ്റ്റ് എല്ലാ റോണിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഇത് ഓക്കെ ആയിരിക്കും, ഇത് ഒട്ടും സെറ്റല്ല. ഈ സൈഡിലത്തെ മിറർ ഒട്ടും സെറ്റല്ല. അത് ഇപ്പോൾ ഈ നട്ടെല്ലാം അഴിച്ചിട്ട് ഒന്ന് താത്ത് കഴിഞ്ഞാൽ സെറ്റാവും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നോക്കണം. അത് അത്ര ഹൈറ്റിനനുസരിച്ച് അത് പെർഫെക്റ്റ് കിട്ടുന്നില്ല. അത് എനിക്കിപ്പോ ഇത് പെർഫെക്റ്റ്. അപ്പോൾ വേറെ പിന്നെ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. സാറ്റിസ്ഫൈഡ് ആണ്. 50,000 കിലോമീറ്റർ ഇടയ്ക്ക് ലൂസ് ആവുമായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്കെന്നല്ല, ആദ്യത്തെ ഒരു 10-25,000 കിലോമീറ്റർ ഒന്നും തൊട്ടിട്ടില്ല വിലൊന്നും. പിന്നെ എനിക്ക് 25-27 എന്തോ ആയപ്പോഴത്തേക്ക് കോൺസെപ്റ്റ് മാറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്ക് ലൂസ് ആവുന്നുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് കൊണ്ട് മുറുക്കിപ്പിക്കും. ലൂസ് ആവുമെന്ന് പറയുമ്പോൾ തന്നെ ഓട്ടം കൊണ്ടായിരിക്കും. ഗട്ടറി റോഡ്സ് ആണോ കൂടുതൽ? അതുകൊണ്ടാകുന്നുണ്ട്. അതെനിക്ക് വലിയൊരു കൺസേണിങ് അല്ല. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഷോറൂമിൽ ചെല്ലുമ്പം സർവീസൊക്കെ പോകുമ്പോൾ അത് മുറിപ്പിക്കാറുണ്ട്. ചെന്നൈക്ക് പോയപ്പോഴത്തേക്ക് നല്ലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ റിമ്മ് ബെൻഡായിട്ടുണ്ട്. ലീക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതിരിക്കാം. കുട്ടിക്കാനം കഴിഞ്ഞപ്പോഴാണ്. കുമളിക്കും കുട്ടിക്കാനത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാ. എങ്ങനെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഇങ്ങനെ പോയിരുന്നു. സ്മൂത്ത് റോഡ്, ഒരു വിഷയമില്ല, ഗട്ടർ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഫ്രണ്ടിൽ ഒരു വണ്ടി പോയി, ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു പാച്ച് ഉണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ അതിനകത്തൂടെ പോയിട്ട് അത് ഡിസ്റ്റൻസും അല്ലായിരുന്നു. ഈ വണ്ടി പോയി, ഞാൻ അങ്ങോട്ട് വരുകയും പെട്ടെന്നായി കുഴി ഞാൻ നടുക്കറ. കാരണം കാറായണ്ട് അത് കുഴി നടുക്കാക്കിയിട്ട് അതിൻ്റെ മണ്ടക്കൂടെ പോയി. ഞാൻ ഈ കാറിൻ്റെ പുറയിലാണ്ട് ഞാൻ കറക്റ്റ് ആ കുഴിയുടെ അലയുണ്ടായിരുന്നു. ഒരു 60-60 വന്നത്. ചെയ്യാൻ പറ്റിയില്ല. നേരെ കയറി ഇറങ്ങി ഒക്കെ 2 അടി അവിടെയും ബാക്കിലും അടി കിട്ടി. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കാര്യം തീരുമാനമായി. ബെൻഡോ പൊട്ടോ കിട്ടി. പക്ഷേ എന്നിട്ടും വണ്ടി മുന്നോട്ട് റോൾ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു ഇഷ്യൂ തോന്നിയില്ല. ചെറിയ ഒരു അലൈൻമെൻറ്റ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു. ഒരു പൊളയ്ക്കൽ പോലെ തോന്നി. പക്ഷേ ഞങ്ങൾക്ക് കാറ്റും പോയിട്ടില്ല. അപ്പോൾ ഇതെന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്നിട്ട് ഞാൻ കുറച്ച് ദൂരം പോയി, 5 കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കി കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സീൻ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഞാൻ നിർത്തിയത്. ഞാൻ കമ്പത്താണ് നിർത്തിയത്. കമ്പത്ത് നിർത്തി നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഒന്നും കാണാനില്ല, പൊട്ടലും എടുക്കാനൊന്നും. പിന്നെ ഞാൻ ടയർ റൊട്ടേറ്റ് ചേർത്തേക്കൊണ്ട് ചെറിയൊരു ബന്ധം. ബെൻഡോട് തന്നെ നീ എത്ര കിലോമീറ്റർ ഓടിച്ചു? ഇവിടെ മൊത്തം റൈഡ് ചെയ്യാൻ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ മര്യാദക്കായിരുന്നു. ഇല്ല, പിന്നെ ഇതുപോലെ അറിഞ്ഞു കൊടുക്കുക. പിന്നെ ഞാൻ 50 എനിക്ക് ഞാൻ എന്നിട്ടാ ചെന്നൈ എനിക്ക് 2 ദിവസം കഴിഞ്ഞെന്നറിഞ്ഞോട് തന്നെ. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗിൽ ആ ഒരു ഡിസ്കംഫർട്ട് അറിയാം. ചെറുതായിട്ട് എൻ്റെ ഈ കോൺസെപ്റ്റിന്റെ അലൈൻമെന്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. അത് ആ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഓടിച്ചത്. അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ റൈഡിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളൊക്കെ മാറ്റി വെക്കും. വണ്ടി 2 വീലിൽ ഓടുന്നുണ്ടോ എന്നുള്ള പാത്രമേ നമ്മൾ ഓടത്തുള്ളൂ. ഓടി എങ്ങനെയും അവിടെ എത്തുക എന്നുള്ളൊറ്റ ഒരു ചിന്തയെ നമുക്ക് വരത്തുള്ളൂ. അതിനെ മാറ്റണം കൊണ്ടുപോയിട്ട്. അതല്ല വേറെ എങ്ങനെ കംപ്ലയിൻസ് ആയിട്ടൊന്നും ഇല്ല. എന്തോ വലുത് വരാൻ പോകുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയാണ് എൻ്റെ ഇത് റോഡിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ. നമ്മൾ ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടൊക്കെ ചെയ്യാൻ തയ്യാറാണ്. ഈ ഒത്തിരി കാര്യങ്ങൾ മിസ് ഔട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്ക് പറയേണ്ട എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. കമൻറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഭയങ്കര കാര്യം പറയാൻ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.